ഹായ് നമസ്കാരം. കായൽ മാക്കാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കായൽ മാക്കാൻ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞ വേറൊന്നുമല്ല, ഫിഷിംഗ് വിത്ത് സെലിബ്രിറ്റി. ഇന്ന് ഞാൻ ഇവിടെ ചൂണ്ടയിടുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു സെലിബ്രിറ്റി വരുന്നതാണ്. ഈ വരുന്ന സെലിബ്രിറ്റിക്ക് നമ്മൾ ഇവിടെ വെച്ച് തന്നെ മീൻ പിടിക്കുന്നു. ആ മീനെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ വറുത്ത് കൊടുക്കുന്നു. അപ്പോൾ വരുന്ന സെലിബ്രിറ്റി വേറെ ആരുമല്ല, 1000 കണ്ണുള്ള അമ്മായിയമ്മ എന്ന സീരിയലിൽ അമ്മായിയമ്മയുടെയും മരുമകളുടെയും എല്ലാവിധ ക്രൂരതകളായ ഏറ്റുമുട്ടുകളും തേറ്റിക്കൊണ്ടിരിക്കുന്ന, എല്ലാം സഹിച്ചു നിൽക്കുന്ന മരുമോൻ 2025 ബെസ്റ്റ് മൊണ്ണ ഓഫ് ദ ഇയർ എന്ന അവാർഡ് കരസ്ഥമാക്കിയ ആ മരുമോനെയാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം കുണ്ടറ ജോയി. നമസ്കാരം. 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 അയ്യോ, സത്യം പറട്ടെ, എങ്ങനെയുണ്ട്? ചെളിയായിരുന്നു. ഇനി ഞാൻ ഇവിടെ കൗണ്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, വയലിന് ഒന്നുമില്ല, ചെളിയായിരുന്നു. അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ നിങ്ങളുടെ എപ്പിസോഡിന്റെ 2, അതായത് സീരിയലിന്റെ 2 എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന തെറി, എന്റെ പൊന്നു ദൈവമേ, ആ തെറി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നിങ്ങൾ നല്ല ജനസമ്മതിയുള്ള ഒരാളാണ്. സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. സത്യം പറഞ്ഞ വേറെ കാര്യമുണ്ട്, എനിക്കും ഇഷ്ടം പോലെ തെറിവിളികൾ കിട്ടാറുള്ള ഒരാളാണ്. നിങ്ങളും കൂടെ വന്നപ്പോഴത്തേക്കും അത് ഷെയർ ചെയ്യാൻ ഒരാളാണ്. അപ്പൊ എന്തായാലും ഇവിടെ വന്നല്ലോ. നമ്മുടെ നിന്നാണ് നമ്മൾ ചൂണ്ടയിടുന്ന സ്ഥലം. ഇതാണല്ലേ ഈ കാണുന്നതാണ് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അയ്യോ, ചൂണ്ട ആദ്യമായിട്ടാണ് കപ്പിയും കയറുള്ള ചൂണ്ട ഞാൻ കാണുന്നത്. കപ്പിയും കയറും. പിന്നെ ഇത് കപ്പിയും കയറില്ല, ഇത് റോഡും റീലും എന്ന് പറയും. ഇതിലൂടെയാണ് നമ്മൾ മീൻ അങ്ങനെ പിടിച്ചു കയറ്റുന്നത്. ഞാൻ സീരിയൽ ഇൻഡസ്ട്രി ആണല്ലോ, അപ്പൊ എനിക്ക് ഇതിന്റെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. ആകെ അറിയാന്നുള്ള റീൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യൂലേ, അത് മാത്രം എനിക്ക് അറിയാം. അത് സംഭവം ഓക്കെയാണ്. നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മീനെ പിടിക്കുന്നു, ആ മീനെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വറുത്തു തരുന്നു. മനസ്സിലായോ? എന്ന് ഞാൻ എന്റെ കണ്ടന്റ് നിങ്ങളെ കൊണ്ട് തീറ്റിക്കും. അതായത് ഞാൻ പിടിക്കുന്ന മീനുണ്ടല്ലോ, അതിന് ഞാൻ നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കും. അങ്ങനെ മീനടിക്കാൻ തുടങ്ങി. ഇത് മച്ചന്മാരെ നമ്മൾ പൊളിക്കുന്ന നിമിഷമാണ് ഇപ്പൊ വരുന്നത്. കാരണം ഇപ്പോൾ ഇതിനകത്ത് അടിച്ചിരിക്കുന്ന മീൻ ഏതാണെന്ന് അറിയാം, വാള. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, മീൻ വറുത്ത് തരുമെന്ന്. ഇത് യഥാർത്ഥത്തിൽ വറുത്തല്ല തരാൻ പോകും, പിന്നെ ഇത് കറി വെക്കാൻ പോകും. വാള നമ്മൾ കുടംപുളിയിട്ട് കറി വെച്ചാലേ ശരിയാകത്തുള്ളൂ. വൈകിട്ട് പോയാൽ മതിയോ? വൈകിട്ട് പോയത് ഇന്നൊരു ദിവസത്തെ കോഴ്സേ ഉള്ളൂ, നാളെ സീരിയൽ തുടങ്ങും. പക്ഷെ അത് പ്രശ്നമില്ല, കാരണം വൈകിട്ട് പോകണമെന്ന് പറഞ്ഞ് ഇത് കുടംപുളിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാകുന്ന നേരത്ത് ഈ മീൻകറിയും കപ്പയും കൂടെ കഴിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കപ്പ വയ്ക്കുന്നത് പകലാക്കാൻ പറ്റുമോ? നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങുന്നുണ്ട്, അതുകൊണ്ടാ. അല്ലെ, പകൽ സമയത്ത് കപ്പത്തോട്ടത്തിൽ ആള് കാണും, രാത്രി ഞാൻ നേരത്തെ മോട്ടിച്ച് ആരും അറിയത്തില്ല. അമ്മച്ച് ജോലിക്ക് പോയിട്ട് വരാൻ നേരത്ത് ഒരുപാട് താമസിക്കുമല്ലോ, അപ്പൊ ആ ഒരു ടൈമിങ് വേണം. അല്ല, ഇവിടുന്ന് മീൻ കിട്ടുമോ? മീൻ കിട്ടുമോന്ന് എന്റെ പൊന്നു സുഹൃത്തെ, ഈ കായലെന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛനാ? പിന്നെ കടലമ്മ. നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. കടലമ്മ കായലച്ചൻ, മകളുടെ പേരോ ഇടത്തോട്. ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ നിങ്ങൾ ഒരു ആകാംക്ഷയോട് കുത്തിയിരുന്ന അല്ല, എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഇതിൽ എവിടെയാണ് കുടംപുളിയിട്ട് വയ്ക്കാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് മുഴുവനും എടുത്ത് കുടംപുളിയിട്ട് വയ്ക്കരുത്. ഇതിന്റെ ഇത്രയും നമുക്ക് വറക്കാം, എന്നിട്ട് ഇത്രയും നമുക്ക് കറി വെക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 4ആയിട്ട് ഇതിനെ കീറി വെയിലത്തിട്ട് നമുക്ക് ഉണക്കമീൻ ഉണ്ടാക്കിയാലോ? എടേ, ഏതോ ഒരു വാള നിക്കരാതെ വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. എന്തെങ്കിലും ഷൂട്ട് ചെയ്യണ്ടേ, പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. എനിക്ക് ഇന്നൊരൊറ്റ ദിവസത്തെ ഡേറ്റേ ഉള്ളൂ. എന്റെ പൊന്ന് സീരിയൽ നടാ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കിടിലം മീൻ പിടിക്കും, നമ്മൾ ഇവിടെ വെച്ച് തന്നെ വറുത്തങ്ങ് കഴിക്കും. എന്നാ പിന്നെ അടുത്ത പിടി അങ്ങോട്ട് പിടിച്ചിരിക്കും. അടിച്ചു എന്റെ സുഹൃത്തുക്കളെ, അടിച്ചിരിക്കുകയാണ്. ഈ പിടിച്ചിരിക്കുന്ന വേറൊന്നുമല്ല, കാളാഞ്ചി. എന്റെ സുഹൃത്തുക്കളെ, കാളാഞ്ചി കയറി. എടാ കാളാഞ്ചി മോടാ, നിന്നോട് 10,000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കക്കവാറിനോർത്ത് ചൂണ്ട വലിച്ചെറിയരുത്. ഇത് തന്നെ ഇവിടുത്തെ സ്ഥിര പരിപാടി. ഇതൊക്കെ ഉണ്ടല്ലോ, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെയൊക്കെ സൃഷ്ടാവിനോട് പറയണം, നിന്നെയൊക്കെ ജനിപ്പിച്ചവന്റെ അടുത്ത്. മധ്യവയസ്കൻ ഒരിക്കലും അങ്ങനെ പറയരുത്. അയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിന്റെ ഭാഗമായിട്ട് അയാൾ ഇവിടെ ഒരു ചൂണ്ടയിട്ട് അതിൽ കയറി നിങ്ങൾ കുടുങ്ങി ഇവിടെ വന്നു എന്നും പറഞ്ഞ അവന്റെ അച്ഛനെ വിളിക്കുന്നത് ശരിയല്ല. ഞാൻ എന്നെ തന്നെ പറഞ്ഞാൽ നിനക്കെന്ത് കുഴപ്പം? ഞാനാണ് അവന്റെ തന്ത, എന്റെ മോനാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. വൈറലാകണ്ടേ? ആദ്യം 2 പരലിനെ തന്നെയും പിടിച്ച് അപ്പന്റെ അമ്മയുടെ വയറിലേക്ക് ഇടാം.
എന്നിട്ട് നീ വൈറലാക്കും. എന്റെ അപ്പൻ ഇത് എന്തറിഞ്ഞിട്ട് അപ്പ എന്ത്? അപ്പൻ ആ. എന്റെ ഇൻസ്റ്റയിലെ ഹാഷ്ടാഗ് കണ്ടിട്ടുണ്ട്. പ്രസവിച്ചിട്ട് ഇപ്പൊ നേഴ്സ് ഒരു ചില്ലത്തുണിയിൽ പൊഴിയിട്ട് എന്റെ മുമ്പിലേക്ക് ആദ്യം ഇവനെ കൊണ്ടു തന്നെ. എന്നിട്ട് ഞാനിങ്ങനെ മൗത്ത് ഓർഗൻ വായിക്കണ മാതിരി ഇത് ഇങ്ങനെ ഒരു അന്നേരം കണ്ട് ഞാൻ അവന്റെ ഹാഷ്ടാഗ് ആ അപ്പനോട് ഇപ്പൊ ചോദിച്ച കേട്ടോ, എന്റെ ഹാഷ്ടാഗ് കണ്ടേട്ടോ ഒന്ന് ചോദിക്കാൻ കൊള്ളാവൂടാ. എന്റെ അപ്പൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? എന്ത്? അപ്പാ ആ. അപ്പൊ ഞെട്ടാൻ പോകുന്ന ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇവിടെ വന്നിരിക്കുന്ന ആരാണെന്ന് അറിയാവോ? ആര്? 1000 കണ്ണുള്ള അമ്മായിയമ്മ. 2 കണ്ണുള്ള അമ്മായിമ്മേനെ കൊണ്ട് ഇവിടെ തലയ്ക്ക് ഭ്രാന്ത. അന്നേരം 1000 കണ്ണുള്ള അമ്മായിമ്മേനെ കൊണ്ട് വന്നു. ഇത് സംഭവം അറിയാവോ? ആ. ചെന്ന് അടിച്ചതല്ല. അപ്പൻ 2 അടിച്ചു കഴിഞ്ഞാൽ അപ്പൻ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പൻ ഞാൻ അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ശരി, ഞാൻ ചൂണ്ടിടാൻ നടക്കുന്നില്ല. വേണ്ട. അപ്പൻ എന്നെ കക്കാവാരം കൊണ്ടുപോകൂടെ? ആ അത് അവൻ ചോദിച്ച ന്യായം. ഇങ്ങോട്ട് പറ. നിങ്ങൾ കക്കവാരം പോകുന്ന നേരത്തെ ഇവനെ കൊണ്ട് പോയിരുന്നെങ്കിൽ ഇവൻ അത് വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് അതിൽ നിന്നൊരു വരുമാനം കിട്ടിയാൽ അത് നിങ്ങളുടെ കുടുംബത്തിനല്ലേ വന്ന് ചേരുന്നത്. ശരിയാണ്, ഓക്കെയാണ്. ഒരു ദിവസം ഞാൻ ഇവിടെ കൊണ്ടുപോയി. ഇവൻ പറഞ്ഞു, അപ്പം ധൈര്യമായിട്ട് കക്ക വാരിക്കോ, ഞാൻ ഷൂട്ട് ചെയ്യാന്ന്. പിള്ളേരല്ലേ, ആഗ്രഹമല്ലേ, ആയിക്കോട്ടെന്ന് ഞാനും വിചാരിച്ചു. പിറ്റേ ദിവസം അവനത് നേരെ എടുത്ത് യൂട്യൂബിലിട്ടു. അതിന്റെ മേളിൽ എഴുതി വെച്ചേക്കാണ് കക്ക വാരുന്ന നീർക്കാക്കാന്ന്. 3 മില്യൺ വ്യൂവേഴ്സ് ഇതിന്. എന്റെ അപ്പൻ ഇത് എന്തൊക്കെ വർത്താനം? ഒരു കാര്യം, അപ്പന്റെ പാട്ടിന് പോകാം. ഞങ്ങൾ ഇവിടെ കണ്ടന്റ് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്തു. ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. അപ്പൻ എന്തെങ്കിലും കൊണ്ട് പറയുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, നിന്റെ തന്തയില്ലേ അങ്ങനെ തന്നെ വിചാരിച്ചത്. അല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്. ഇതാണ് പ്രശ്നം. മദ്യപിക്കൂ. ഇല്ലടാ, ഞാനിത് പൊട്ടിച്ച് കാലും കാലൊക്കെ കഴുകും. നമ്മളിവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നിടത്ത് ഉടനെ ഇറങ്ങി സംസാരിച്ചോണ്ടിരിക്കുവോ? സോറി കേട്ടോ, മീൻ പിടിച്ചിരിക്കും. പിടിക്കുന്ന മീൻ നമ്മൾ വറുത്തിരിക്കും. പെട്ടെന്ന് അയക്കുന്ന എനിക്കങ്ങ് പോവായിരുന്നു. 1000 കണ്ണുള്ള അമ്മായിമ്മേലെ ജയദേവൻ. ഞാൻ പറഞ്ഞ അല്ലേ? 2 അടിച്ചു കഴിഞ്ഞാൽ അപ്പൻ എല്ലാം ഓർമ്മ വരും. അപ്പൊ ഭയങ്കര സീരിയൽ ആരാധകനല്ലേ? പിന്നെ ഇന്ന് ഞാൻ കൊല്ലും. അതെ അതെ. ഇവിടെ അവിടെ. എടാ, ഒരു തള്ള ഒരു പെണ്ണുങ്ങടം കൂടി ആ. സീരിയല് തുടങ്ങുമ്പോ പോലെ നിന്റെ മുഖത്ത് നോക്കി 65,000 തെറി വിളിച്ചിട്ട് നീ ഒരക്ഷരം മിണ്ടിയോ? എടാ, നിനക്കെങ്ങനെ കഴിയുന്നടാ ഈ പെണ്ണും പിള്ളയുടെ തെറിയും കേട്ടുകൊണ്ട് ഇവര് പറയണ പണിയൊക്കെ ചെയ്യാൻ? അപ്പം വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെയാണ് അവനും ആ സീരിയലിനകത്ത് ചെയ്തോണ്ടിരിക്കുന്നത്. എടാ, ഞാൻ ചെയ്യും. ആ. നിനക്കറിയാവോ, ഈ എന്റെ പെണ്ണും പിള്ള എന്നെ തല്ലും, അറിയാവോ? അപ്പന് നാണം ഉണ്ടോ? അപ്പ എന്ത്? ഇത്ര ആൾക്കാർ ഇവിടെ ക്യാമറ ഇരിക്കുന്ന സമയത്ത് പെണ്ണും പിള്ള തല്ലുന്ന കാര്യമൊക്കെ വിളിച്ചു പറയാനായിട്ട്. എടാ, എനിക്കിട്ട് കിട്ടണ കാര്യം ഞാൻ ആൾക്കാരോട് പറയണേ. ആ. ഇങ്ങനെ കിട്ടിയിട്ടും വിളിച്ച് പറയാത്ത കുറെ ആൾക്കാരുണ്ട്. ചേട്ടോ, ഞാൻ കണ്ടായിരുന്നു മറ്റേ വീഡിയോ. അറിയാൻ നേരത്തെ ആൾക്കാർ വരുമ്പോ ഓടി സെറ്റിയിൽ കയറി കിടന്ന് സംഗതി വൈറലായേ. അത് കേട്ടിക്ക് കണ്ടാ? എനിക്ക് ഇവിടെ എന്തായാലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ആ. മീന് കൊടുക്കുന്ന തീറ്റയാണ്. അതായത് ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നല്ല ഒന്നാന്തരൻ 1/2 കിലോ മൈദ. ദൈവമേ, പഴംപൊരി ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് വെച്ചത് അതിന്റെ കാര്യം തീരുമാനായേ. അതിനുശേഷം ആട്ട. ആട്ട എടുത്താ? ആ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ അവളെ ആട്ടും, ഉറപ്പാ. അപ്പൻ എനിക്ക് ടാട്ടാ കൊണ്ട് മാറി നിൽക്കപ്പ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടപ്പാ. പിന്നെ പിണ്ണാക്ക്. എടാ, എന്തിനടാ കാശ് കൊടുത്ത് മേടിച്ചത്? നിന്റെ തലയിൽ ഇഷ്ടം പോലെയല്ലേ ചരണ്ടി കൂട്ടി ഇട്ട പോരാ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു മിണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് ബൂസ്റ്റ് അയ്യോടാ. എല്ലാം ഇട്ടിട്ട് ആ. ഇങ്ങനെ അങ്ങ് കുഴക്കണം. വാ. ഇതങ്ങ് കുഴച്ച് കഴിയാൻ നേരത്ത് ആ. താണ്ടേ മണത്ത് നോക്കിയേ. ആഹാ. നോക്കിയേ. അതുണ്ട് ചികിത്സാക്കി സംഭവിക്കത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളം തെളിക്കണം. അപ്പൊ ഞാൻ വലിയ ഇറങ്ങണം. അതല്ലെന്ന്. പിന്നെ കളം തെളിക്കണം എന്ന് പറഞ്ഞാൽ മീനെ നമ്മൾ ഇങ്ങോട്ട് ആകർഷിപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തീറ്റ ഇങ്ങനെ എടുക്കുക, വെള്ളത്തിലേക്ക് എറിയുക. മീനെല്ലാം കൂടി ഇങ്ങ് ആകർഷിച്ചു വരും. അങ്ങനെ ഇട്ട് കഴിയാൻ നേരത്ത് കിട്ടുന്ന മീൻ ഏതൊക്കെയാന്ന് അറിയാവോ? കട്ട്ല, രോഹു. ഓഹോ. ഓഹോ അല്ല, രോഹു. ആഹാ, സൂപ്പർ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ കിടുക്കായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ അപ്പം പറഞ്ഞ പോലെ ഒന്നുമല്ല. അപ്പന് മീൻ പിടിക്കാനും പറ്റത്തില്ല. എന്ത് പറ്റില്ലാന്നോ? എന്റെ അപ്പ ഒരു സീരിയൽ നടൻ വന്ന് നിൽക്കുവാണ്. അപ്പൻ ആ ഒരു ബഹുമാനം ആ പുള്ളിക്കാരന് കൊടുക്കണം. ഇവൻ സീരിയൽ അല്ല, ഇവൻ സിനിമ ചെയ്യും. അയ്യോ. ഇവൻ അതിനുള്ള ഗട്സ് ഉണ്ട്, നിനക്ക് അതിനുള്ള ഗ്ലാമർ ഉണ്ട്, അതിനുള്ള കഴിവുണ്ടാ. അയ്യോ, ഒരുപാട് സന്തോഷം. എടാ, ബഹുമാനം വേണം. അതെ. അല്ലാണ്ട് ഞാനാണ് കോക്കാനാണ് മാക്കാനാണെന്ന് പറഞ്ഞിട്ട് ചൂണ്ടെടുത്തുകൊണ്ട് തെണ്ടി എടുക്കുമല്ല. ഓ ഞാൻ MA വരെ പഠിച്ചവനാ. MA വരെ ഇവൻ പഠിച്ചതാ. ഓക്കെയാ. ഇത് കണ്ടുകൊണ്ട് ഇവന്റെ അനിയൻ പറഞ്ഞു, എനിക്ക് ചേട്ടനും മേളി പഠിക്കണം. അവനാ MA മേളി പഠിച്ചു, ഇപ്പൊ ചെയ്യില്ല. ഇല്ല. MDMA അത് പിടിച്ച കാരണം അവൻ ചെയ്യില്ല. ഇതാണ് എന്റെ 2 മക്കള്. പിന്നെ എങ്ങനെ ചൊവ്വാവൂ? അപ്പൻ അങ്ങോട്ട് അങ്ങനെ പോകെ. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അപ്പം പോ. ഞാൻ പോവാ. ചുമ്മാ അവന്റെ മീൻപിടുത്തം വരുന്നോ. അപ്പന്റെ അനുഗ്രഹം മേടിച്ചപ്പോഴത്തേക്ക് നല്ല സന്തോഷം. പ്രായമായ മനുഷ്യനാണ്. നല്ല മനുഷ്യനാ. പറഞ്ഞവര് അപ്പൻ അനുഗ്രഹിച്ച ആരും ഇന്ന് ജീവനോടില്ല. അത്രയ്ക്ക് നല്ല കൈപ്പുണ്യമുള്ള ആളാണ്. മനസ്സിലായോ? നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഈ ചൂണ്ടയിട്ട് ഉറപ്പായിട്ട് ഒരു മീൻ ഞാൻ നിങ്ങൾക്ക് പിടിച്ച് തന്നിരിക്കും. ചുമ്മാ വെറുതെ പറയില്ലേ? വെറുതെ പറയുന്നതല്ല, ഇത് ഞാനാ പറയുന്നത്. മീൻ പിടിക്കും എന്ന് പറഞ്ഞാൽ മീൻ പിടിച്ചിരിക്കും. കുറെ നേരമായിട്ട് നീ ചൂണ്ട പിടിക്കുന്നും പറഞ്ഞുകൊണ്ട് അവിടെ വലിച്ചിരിക്കും. പക്ഷേ നിന്റെ അപ്പ മീൻ പിടിക്കും. കണ്ടാ? ഇത് നിങ്ങൾ പിടിച്ച മീനാ? ഓ,
കണ്ടു പടിയടാ 10,000 ചൂണ്ട എടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആ മനുഷ്യനെ കാട്ടി മരുന്നൊരു മീൻ അങ്ങനെ പിടിച്ചോണ്ടോ. ഒരു സെക്കൻഡേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? നീ ചോദിച്ചാലും തരില്ല ഇത് ഞാൻ. നീ ചോദിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? സത്യം പറയുന്നത് ഇവിടുന്ന് ഓടിച്ചോണ്ട് വന്നാ? എടാ മോനെ, ഇത് ഞാൻ നിന്റെ അപ്പൻ അന്തസ്സായിട്ട് ചൂണ്ടയിട്ട് പിടിച്ചത്. ഇതാ ആ അപ്പനാ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ. ചൂണ്ടയിടലായിക്കോട്ടെ ഏത് പണി ആയിക്കോട്ടെ, ആ. ആദ്യം നമ്മൾ ഈ ചെയ്യണ തൊഴിലിനോട് ഒരു ആത്മാർത്ഥത വേണം. ഓക്കെ ആണോ? ആത്മാർത്ഥത ഉണ്ടെങ്കിലാണ് ആ തൊഴിൽ, ഏത് തൊഴിലായാലും അതിന് വിജയം ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? സംഭവം കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തായാലും ഒരു സീരിയൽ നടനെ വിളിച്ചു വരുത്തിയത് കൊണ്ട് മാത്രം ഈ മീൻ കിട്ടാതെ എനിക്ക് സെറ്റപ്പ് ആകാൻ പറ്റും. അയ്യോ. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയരുത്. അപ്പൻ എനിക്ക് മീനെ തരണം. എന്ത് കാണിക്കാൻ? വേറൊന്നുമില്ല, ഈ മീനെ ഞാൻ നേരെ എന്റെ ഈ ചൂണ്ടക്കകത്തോട്ട് കോർക്കുന്നു. മനസ്സിലായ? കോർത്തിട്ട് ഞാൻ ഇതിനെ നേരെ ആറ്റിലോട്ട് വലിച്ചെറിയും. എന്നിട്ട് ഈ ക്യാമറക്കകത്ത് കാണുന്നവർ എന്ത് വിചാരിക്കും? ഈ മീനെ തിരിച്ചു വലിച്ച് കയറ്റി വിടുമ്പോൾ ഞാൻ പിടിച്ച മീനാണെന്ന് കരുതത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഈ മീൻ വറുത്ത് തരുന്നത് പറഞ്ഞിട്ട് ചെയ്യും. ദാണ്ടേ പോകുന്നു മീൻ, ഞാൻ ഇതിനങ്ങ് വലിച്ചു കയറ്റുന്നു. ഇനിയിപ്പോ നോക്കിയോ സുഹൃത്തുക്കളെ, ഇതാ ഒരു മീൻ അടിച്ചിരിക്കുകയാണ്. അതിനകത്ത് കിടക്കുന്ന മീൻ ഏതാണെന്ന് എനിക്ക് നല്ല കറക്റ്റായിട്ട് അറിയാം. അതെല്ലാവർക്കും അറിയാം. കണ്ടതാ, ചേറുമീനാണ് അതിനകത്ത് കറക്റ്റായിട്ട് കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചേറുമീനെ ഇങ്ങോട്ട് വലിച്ചു കയറ്റുകയാണ്. ഈ കിട്ടിയിരിക്കുന്ന ചേറുമീനെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ സീരിയൽ താരത്തിന് വറുത്ത് കൊടുക്കുന്നതാണ്. എവിടെ ചേറുമീൻ? അവിടെ എടുക്കടാ. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞ വിഷമൊന്നും തോന്നരുത്. എന്ത്? ഞാൻ പല ചൂണ്ടക്കാരെയും കണ്ടിട്ടുണ്ട്. ആ. ഇത്രയും എരണം കെട്ടൊരു ചൂണ്ടക്കാരനാ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സംഭവം ശരിയാണ്. ഈ ക്യാൻഡിൽ ഡേറ്റ് ഡിന്നർ താല്പര്യമുണ്ടോ? ഉണ്ട്. വീട്ടിൽ കറണ്ട് ഇല്ലല്ലേ? വീട്ടിൽ കറണ്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ. അല്ല, സംഭവം ശരിയാണ്. നമുക്ക് ഈ മീനിന് പകരം കപ്പയും മുളക് ചമ്മന്തിയായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒറ്റ അടി അടിച്ചിട്ട് പോടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.